നമസ്കാരം. കോക്രോച്ച് പാർട്ടി പാറ്റ പാർട്ടി അവർക്ക് പിന്മാറാനുള്ള അവരുടെ ഇപ്പോഴത്തെ സമരപരിപാടികൾ അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ്. കാരണം ഇപ്പോൾ അവർ നടത്തുന്നത് അവരെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എപ്പോഴും ഒരു ജനാധിപത്യ രാജ്യം, ജനാധിപത്യം എന്നൊക്കെയും പറയുന്നുണ്ട്, ഡെമോക്രസി. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴവർ ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയിരിക്കുകയാണ് 2 ദിവസമായിട്ട്. ചർച്ചയുടെ കാര്യമാണ് അവർ പറയുന്നത്. ചർച്ച വേണം എന്ന്. ചർച്ച പറ്റില്ലെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു. തുടക്കത്തിൽ ഇവരവർ വീര്യം കാണിച്ചു. അപ്പോൾ പിന്നെ പതുക്കെ കുറച്ച് ദിവസമായിട്ട് ചർച്ചയാകാം എന്ന് പറയുന്നു. അതെവിടെ വെച്ച് വേണമെങ്കിൽ അവിടെ വെച്ചാകാം എന്നും കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു. അതൊക്കെ മര്യാദയുടെ ഭാഗമാണ്. ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വഴങ്ങിയിട്ടുണ്ട്, ഒന്ന് തല കുനിച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു അവസരമാണ് വാസ്തവത്തിൽ. പക്ഷെ ഇപ്പോൾ ചർച്ചയുടെ രീതികൾ അത് CJP അവരുടെ ബോധമണ്ഡലത്തിൽ നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ചർച്ചയല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവർ ഓർഡർ ചെയ്യുകയാണ്, വിദ്യാഭ്യാസ മന്ത്രി അത് രാജിവെച്ചേ മതിയാകൂ, എന്നിട്ടാകാം ചർച്ച. അപ്പോൾ പിന്നെ ചർച്ചയ്ക്ക് സാങ്കത്യമില്ല, അർത്ഥമില്ലല്ലോ വാസ്തവത്തിൽ. ഇന്നാൾ രാജിവെക്കണം. ആ രാജിവെച്ചാൽ മാത്രം ചർച്ച, പിന്നെ ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആവശ്യം അദ്ദേഹം രാജിവെക്കണം എന്നാണ്. നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ചയിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ എന്തോ അതിനനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് പറയാം. അത് പറ്റില്ലെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് പറയാം. ചർച്ച അലസിപ്പിരിഞ്ഞു എന്ന് പറയാം. പക്ഷെ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് ഇവർ പറയുന്നത് തീരുമാനമറിയിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നാൾ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു കൊള്ളണം എന്ന്. അങ്ങനെ പറയുമ്പോൾ ചർച്ചയല്ലല്ലോ. പണ്ടത്തെ സ്വേച്ഛാധിപതികളൊക്കെയും പറയുന്നൊരു തമാശയുണ്ട്. നമ്മളുടെ സ്റ്റാലിൻ അടക്കമുള്ള ആൾക്കാർ എന്തൊരു പർട്ടിക്കുലർ കാര്യം നിങ്ങളതിനെക്കുറിച്ച് ആലോചിക്കൂ, നിങ്ങളുടെ അഭിപ്രായം പറയൂ. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഒപ്പീനിയൻസ് അത് നിങ്ങൾ പറയൂ. ഡിസിഷൻ വിത്ത് മീ, തീരുമാനം എൻ്റെ ആയിരിക്കുന്നത്. അപ്പോൾ ഇതിനോടെ ചർച്ചയ്ക്കും അഭിപ്രായ സ്വരൂപീകരണത്തിന് അർത്ഥമില്ലാതെ പോവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ സ്വേച്ഛാധിപത്യത്തിൻ്റെ ഒരു രീതിയായിട്ടാണ് വരിക. ഇപ്പോൾ ആ ഒരു രീതി അവലംബിച്ചിരിക്കുന്നത് പാറ്റ പാർട്ടിയാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CJP ഇപ്പോൾ ഉന്നയിക്കുന്നത് ഭരണരീതി, ഇപ്പോഴത്തെ രീതി, ഭരണഘടനയല്ല, ഇപ്പോഴത്തെ ഭരിക്കുന്നവർ അതവിടുന്ന് മാറണം. ഇപ്പോഴത്തെ ഭരണകർത്താക്കൾ മാറണം, ഇപ്പോഴത്തെ ഭരണകൂടം മാറണം. ദാറ്റ് മീൻസ് റെജീം ചേഞ്ച്. അതൊരു നല്ല കാര്യമാണ്. എന്നിട്ടോ എന്നൊരു ചോദ്യമുണ്ട്. എന്നൊരു ചോദ്യമുണ്ട്. മോദി രാജിവെക്കണം. മോദി രാജിവെച്ച് കഴിഞ്ഞാൽ ഭരണം വീണു എന്നതിൻ്റെ അർത്ഥം. എന്നിട്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം പറയണം. കാരണം വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഭരണകൂടം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ തിരഞ്ഞെടുപ്പൊക്കെ അങ്ങനെയാണല്ലോ. അല്ലെ, വ്യവസ്ഥാപിതമായിട്ടുള്ള ചില രാഷ്ട്രീയ കക്ഷികൾ മത്സരിക്കാറുണ്ട്. അതിലിപ്പോൾ ഇന്ത്യയിലെ പ്രമുഖം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്, പിന്നെ BJP ആണ്. അതിലേതെങ്കിലും ഒന്ന് ജയിക്കും. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ച് അവർ അവിടെ ഭരണം നടത്തും. പക്ഷേ CJP എന്നുള്ളത്, കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളത് ഒരു പർട്ടിക്കുലർ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നതാണ്. തൊഴിലില്ലാത്ത ആളുകൾ, പിന്നീടാണ് പരീക്ഷയുടെ കാര്യം വരുന്നത്, പരീക്ഷാ പേപ്പർ ചോർന്നത്. തൊഴിലില്ലാത്ത ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സുപ്രീം കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജിയോ സുപ്രീം കോടതി ജഡ്ജിയോ മറ്റോ തോന്നുന്നുണ്ട് പറഞ്ഞു, അവരുടെ കാര്യയ്ക്ക് ആര് പരിഗണിക്കുന്നു? പാറ്റകൾ, കോക്രോച്ചുകൾ.
മലർത്തിയിട്ട ചത്തുപോകുന്നത് എന്ന രീതിയിൽ അവരെ വല്ലാതെ തരം താഴ്ത്തി സംസാരിച്ചു. അതിനെതിരെ ഒറ്റ വാചകം, യെസ് വി ആർ കോക്രോച്ച്, ഞങ്ങൾ പാറ്റകൾ തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ പുറകിൽ ആൾക്കാർ ഞാനും പാറ്റയാണ് പറഞ്ഞ് ലക്ഷങ്ങൾ, അത് വളരെ യാദൃച്ഛികമായിട്ടുണ്ടായ സംഭവമാണ്. അങ്ങനെ CJP എന്നുള്ളൊരു പാർട്ടി എന്നുള്ള രീതിയിലായിട്ടില്ല. രജിസ്ട്രേഷന് ഒറ്റ ദിവസം കൊണ്ട് കിട്ടും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമ്മളിപ്പോൾ പാർട്ടി എന്ന് പറയുമ്പോൾ രാജ്യം ഭരിക്കാനുള്ള പാർട്ടി, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു സെറ്റപ്പ് ഇപ്പോഴും CJPക്ക് ആയിട്ടില്ല. ആയതുകൊണ്ട് തന്നെ റെജീം ചേഞ്ചിന് വേണ്ടിയിട്ട് അവർ ശബ്ദമുയർത്തുന്ന ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരൊരു സം ടോട്ടൽ നോക്കുമ്പോൾ എന്താ, കുറേ ആൾക്കാർ നമുക്ക് വേണമെങ്കിൽ എണ്ണാം, ഡ്രോണൊക്കെ വെച്ച് എണ്ണാം, ഇത്ര ആൾക്കാർ അവിടെ ഒത്തുകൂടി എന്നൊക്കെ എണ്ണാം. ഒരു സമൂഹമാണത്. റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ആൾക്കാർ കൂടും, അതിന് നമ്മൾ സമൂഹം എന്നാണ് പറയുക. ഒരുപാട് ആൾക്കാർ, സം ടോട്ടൽ കുറേ ആൾക്കാർ, ഏതോ അങ്ങോട്ടും ഇങ്ങോട്ടും 2 എക്സ്പ്രസ് വരുന്നു, തെക്കോട്ട് പോകുന്ന എക്സ്പ്രസ്സും വടക്കോട്ട് പോകുന്ന എക്സ്പ്രസ്സും രണ്ടും റെയിൽവേ സ്റ്റേഷനിൽ ഒരുമിച്ചാണ് വരുന്നത്, 2 പ്ലാറ്റ്ഫോമിൽ. അതാണ് ഇത്ര തിരക്ക്. ഈ ആളുകൾ തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് മനസ്സിലാക്കണം. ആളുകൾ വേണ്ടത്രയുണ്ട്. ഈ ആളുകൾ അവിടെ റെയിൽവേ ട്രെയിനിൽ നിന്ന് വരുന്ന ആൾക്കാരെ കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട്, പുറപ്പെടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവരെ യാത്ര അയക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട്, പോക്കറ്റ് അടിക്കാരുണ്ട്, അവിടുത്തെ പോർട്ടർമാരുണ്ട്, ലോട്ടറി ടിക്കറ്റ് വിൽപ്പന ഒക്കെയുണ്ട്, അവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടത് എന്താണ്? ഒരു ടോട്ടലിറ്റിയാണ് വേണ്ടത്, ഒരു സമഷ്ടി സ്വരൂപമാണ് വേണ്ടത്, ഒരു ഏകതാത്മകതയാണ് വേണ്ടത്. അതായിട്ടില്ല, ആകില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ CJPയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ അതായിട്ടില്ല. ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവരുടെ സമരം എന്തിനു വേണ്ടിയിട്ടാണ്? വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ടുള്ള കാര്യം ഇനി ഇവിടെ ആവർത്തിക്കരുത്. അത് ഒരുപാട് കുട്ടികൾക്ക് വേദനയുണ്ടാക്കുന്നു. 10-12 കുട്ടികൾ അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ കുറേ എണ്ണം അടി വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അതിന് 2-3 കുട്ടികൾ ഗുരുതരാവസ്ഥയിലാണ്. ആയതുകൊണ്ട് എല്ലാ രംഗത്തുള്ളവരും, ഈ ഭാരതരത്നം കിട്ടിയിട്ടുള്ള നമ്മളുടെ ടെൻഡുൽക്കർ അവർകൾ വരെ പറഞ്ഞു ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകരുത്. നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂക്ക അദ്ദേഹം പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ആരും ഇതിനെ, ഈ കോക്രോച്ചിൻ്റെ സമരത്തെ ആരും പ്രതികൂലിച്ച് കണ്ടിട്ടില്ല. ആരോ 1-2 ഒരു മേജർ റിവ്യൂ മറ്റോ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ചില നീക്കുപോക്കളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഭൂരിഭാഗം പേരും ഈ കുട്ടികളെങ്ങനെ തെരുവിലിറക്കരുത്, അതിന് വേഗം പരിഹാരം കണ്ടെത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാര്യം ഇപ്പോൾ അവർക്ക് കിട്ടിയുള്ള ഫേവറായിട്ടുള്ള കുറേ, അതായത് ഇന്ത്യൻ ജനത രാഷ്ട്രീയ ഇതുകൾ നോക്കാതെ, രാഷ്ട്രീയ വൈവിധ്യം നോക്കാതെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികളല്ലേ, അവർ പറഞ്ഞ കാര്യം ശരിയല്ലേ, അവരുടെ ഭാവിയുടെ കാര്യമല്ലേ പറഞ്ഞത്. ചോദ്യപേപ്പർ ചോർന്നു കഴിഞ്ഞാൽ ഈ 1, 2, 3 വർഷം ഇരുന്ന് പഠിച്ച് എല്ലാം കഴിഞ്ഞ് നീറ്റ് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ചോദ്യപേപ്പർ ചോർന്നു, അവരുടെ ഭാവിയാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അവരുടെ നിലപാടുകൾ ശരിയാണ്, പക്ഷേ അവർക്ക് ആ നിലപാട് മാത്രമേ ഉള്ളൂ. ആയതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനും ചർച്ചയ്ക്ക് വയ്ക്കുമ്പോൾ നെഗോഷിയേഷൻ എന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ചില കൊടുക്കൽ വാങ്ങലുകൾ, അങ്ങോട്ടും തല കുനിക്കേണ്ടി വരും. ഈ ഒരു പ്രത്യേക കാര്യത്തിൽ അവരും തല കുനിക്കേണ്ടി വരും. പക്ഷേ പിടിച്ചപിടിയാലെ നിൽക്കുന്നത് ഒരിക്കൽ പോലും അഭിലഷണീയമായിട്ടുള്ള കാര്യമല്ല. അതാണിപ്പോൾ പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ അവർ പിന്മാറണം. വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യത്തിൽ മാത്രമാണ് ഇനിയൊരു തീരുമാനമാകാനുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ട കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല. ബാക്കി എല്ലാ കാര്യത്തിലും കേന്ദ്ര ഗവൺമെൻറ് ഒരു പരിധി വരെ ഇവരുടെ തീരുമാനങ്ങളോട് അടുത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അത് നല്ലൊരു അവസരമാണെന്ന് പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം കൂട്ടത്തിൽ പറയട്ടെ, കോൺഗ്രസ് പണ്ട് ഞങ്ങളുടെ രാജ്യത്ത് എന്ന് ഞാൻ പറയും, നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ പറയും. എന്താ സംഭവം? അവിടെ ഒരു മറ്റേ തവളയിരുന്ന് പറയാത്ര, പോക്കാച്ചി തവളയിരുന്ന് പറയാം, ഞാനൊരു മുതലയെ പിടിച്ചു എന്ന്. നീ മുതലയെ പിടിച്ചു? ഞാനൊരു പോത്തിനെ പിടിച്ചു എന്ന്. തവള പറയാം, ഞാനൊരു പോത്തിനെ പിടിച്ചു എന്ന്. നീ പോത്തിനെ പിടിച്ചു എന്ന്. എന്നോട് പറയാം, ഞാൻ പോത്തിനെ പിടിച്ചു, ഞാനും ഒരു മുതലയും കൂടിയിട്ടൊരു പോത്തിനെ പിടിച്ചു എന്ന് പറയുന്ന പോലെ ഇപ്പോൾ കോൺഗ്രസ് ഇത്ര നാളും പൊട്ടിപ്പുറപ്പെട്ടില്ല, ഇത്ര നാളും തെരുവിലിറങ്ങിയിട്ടില്ല, സമരം നടത്തിയിട്ടില്ല, അടിവാഞ്ച് കെട്ടിയിട്ടില്ല,
അല്ലെങ്കിൽ രാത്രി കൊണ്ട് അടി വാങ്ങിച്ച് കെട്ടിയിട്ടുള്ള ചോര വാർന്നൊഴുകുന്ന ചിത്രം ഒന്നും നമ്മൾ കണ്ടില്ല. രാഹുൽ ഗാന്ധിയായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാരും കണ്ട് നമ്മുടെ ഇവിടെ നിന്ന് കുറേ കോൺഗ്രസ്സുകാർ പോകുന്നുണ്ടല്ലോ, അവരൊന്നും ഇതിൽ നമ്മൾ കണ്ടില്ല. പക്ഷേ ഇപ്പോൾ CJP രംഗത്ത് വന്നു. ദൈവഹത്യ, അവരുടെ പുറകിൽ കുറേ ആൾക്കാർ കൂടി, അവർ പറയുന്ന കാര്യങ്ങൾക്ക് സമകാലിക പ്രസക്തിയുണ്ടെന്ന് മനസ്സിലാക്കി ഒരുപാട് ആൾക്കാർ അവരുടെ പുറകിൽ കൂടിയപ്പോൾ എന്നാൽ നമ്മളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ പുറകിൽ പോയിട്ട് വീര്യം കാണിക്കുന്ന കോൺഗ്രസ്സുകാരെ വിശ്വസിക്കാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യപേപ്പർ ചർച്ച ഇന്നലെയും മിനിഞ്ഞാന്നും ഉണ്ടായതല്ല. ആ സമയത്ത് പാർലമെൻറ്റിനകത്ത് അവർ ചോദിച്ചോന്നൊന്നും എനിക്കറിയില്ല. ചോദിച്ചിട്ട് തന്നെ ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആരോ പണ്ട് പറഞ്ഞ പോലെ മറ്റേ ഒരു മൂലയ്ക്കിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് ചോദിക്കുന്ന പോലെയെ കണ്ടുള്ളൂ. പക്ഷേ CJP അടിവെച്ചടി കയറി അത് ഒരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ രൂപത്തിൽ, പ്രസ്ഥാനമായിട്ടില്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ രൂപത്തിൽ നമ്മൾ ഇളക്കി മറിച്ചു എന്ന് പറയാം. അതിന് ചാനലുകളും എല്ലാവരും മാധ്യമങ്ങളെല്ലാവരും വലിയ ശ്രദ്ധ കൊടുത്തു. ഇപ്പോൾ അതിൻ്റെ പേരിൽ ഇളകി മറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒന്ന് തല താഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ അത് കണ്ടിട്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാരും ചേർന്ന് രാഷ്ട്രീയ മുതലെടുപ്പ്, റെജീം ചേഞ്ച് വേണം, ആകട്ടെ അത് വേണം. നരേന്ദ്രമോദി തന്നെ ആ ചന്ദ്രതാരകം ഇവിടെ ഭരിക്കാൻ പോകുന്നില്ല, അത് നടക്കുന്ന കാര്യമല്ല, അത് ഇറങ്ങേണ്ടി വരും. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ റെജീം ചേഞ്ച് ആവശ്യപ്പെടുന്നത് ശുദ്ധ ബ്ലണ്ടറാണ്. അത്രേ ഇതേ പറയാനുള്ളൂ. കാരണം ചർച്ചയ്ക്ക് വയ്ക്കുമ്പോൾ അവിടെ അഭിപ്രായവും തീരുമാനവും ചർച്ചയിലാണ് ഉരുത്തിരിയേണ്ടത്. നിങ്ങൾ അഭിപ്രായം പറഞ്ഞോ, തീരുമാനം ഞങ്ങളുടേതാണെന്ന് പറയുമ്പോൾ ചർച്ചയാവുന്നില്ല. ഇപ്പോൾ അതാണ് നടക്കുന്നത്. നമുക്ക് ചർച്ചയാകാം, പക്ഷേ തീരുമാനം ആയിക്കഴിഞ്ഞു. എന്താണ്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. പിന്നെ ചർച്ചയുടെ ആവശ്യമില്ലല്ലോ, സമരത്തിൻ്റെ ആവശ്യം മാത്രമല്ലേ ഉള്ളൂ. ആയതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, ഇപ്പോൾ നല്ലൊരു കാര്യം, ഇപ്പോൾ CJP പിൻവാങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊരു പേരുണ്ടാവും, ഒരു പെരുമയുണ്ടാവും. അവർ വളരെ മെച്യൂർഡാണെന്ന് ലോകം വിലയിരുത്തും. ഇനിയുള്ള സമയം കൊണ്ട്, അടുത്ത ഇലക്ഷനൊക്കെ വരാൻ പോകാണല്ലോ, ഇനിയുള്ള സമയം കൊണ്ട് അത് ലക്ഷണമോർത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറണം. അവർ മാറ്റിയെടുക്കണം. നമസ്കാരം.